വണ്ടിക്കൊന്നും ഒരു ഷോർട്ടേജും ഇല്ല. കാരണം 2 മാസത്തിനുള്ളിൽ ഒരു 100-150 വണ്ടി ഷെഡിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വണ്ടിയുണ്ട്, അത് ഓടിക്കാൻ കഴിയും. പക്ഷെ നഷ്ടത്തിൽ ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും ആ നഷ്ടത്തിൽ ഓടുന്ന എല്ലാ വണ്ടിയും വെട്ടി 103% കളക്ഷനാണ് വർദ്ധിച്ചത്. ഇപ്പം നഷ്ടത്തിൽ ഓടുന്ന വണ്ടി ഞാൻ തന്നെ ഇടപെട്ട് നിർത്തി. അപ്പോൾ പത്തനാപുരം ഡിപ്പോ കൈവരിച്ചിരിക്കുന്ന റെക്കോർഡ് നേട്ടമാണ് 103%. ആ DTO തന്നെയാണ് അടൂരേക്കും അങ്ങയുടെ മണ്ഡലത്തിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാറ്റങ്ങൾക്ക് നിങ്ങളെല്ലാം സഹകരിക്കണം. എല്ലാ MLA-മാരും നൽകുന്ന പദ്ധതികൾ, ആ പദ്ധതികൾക്ക് അടിയന്തരമായ ഒരെണ്ണം പോലും പെൻഡിംഗ് ഇല്ല. കോവിഡിനോടനുബന്ധിച്ച് കോവിഡിന് ശേഷം ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്നുള്ള പല വണ്ടികളും നിർത്തൽ ചെയ്തു എന്നുള്ളതാണ്. കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിലൊരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞുകൂടി എല്ലാവരും സ്വന്തമായി വാഹനം വാങ്ങിക്കാൻ തുടങ്ങിയത് KSRTCയുടെ വരുമാനത്തിൽ പൊതുഗതാഗതം, പ്രൈവറ്റ് ബസ് അടക്കം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. നമ്മുടെ വരുമാനം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ, കോവിഡ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവായി എല്ലാവരും സ്കൂട്ടർ വാങ്ങിക്കുക, അങ്ങനെ കാർ വാങ്ങിക്കുക, അങ്ങനെ വലിയൊരു സംസ്കാരത്തിലേക്ക് വന്നു. അപ്പോൾ അത് നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയെങ്കിലും കാറിലും സ്കൂട്ടറിലും ഒക്കെ പോകുന്നവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആധുനിക സൗകര്യങ്ങൾ KSRTC ബസ്സുകളിലും ബസ് സ്റ്റേഷനിലും ഒരുക്കുകയാണ്. താങ്കൾ പറഞ്ഞ ശരിയാണ്. താങ്കളുടെ മണ്ഡലത്തിൽ ഏതാണ്ട് 7 കോടി 5 ലക്ഷം രൂപയോളം താങ്കൾ MLA ഫണ്ടിന് തന്നു. വളരെ സന്തോഷം. പക്ഷേ പണി തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശ രേഖപ്പെടുത്തി. പല MLA-മാരും, ഇവിടെയുള്ള ധാരാളം MLA-മാർ അതാത് ഡിപ്പോകളിലേക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട്. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ആ പണിയൊന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ച് എല്ലാ കെട്ടിടങ്ങളും ഇനി PWD ബിൽഡിംഗ്സ് ആയിരിക്കും വിഭാഗത്തെ കൊണ്ട് ചെയ്യിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അടുത്ത ദിവസം. ആ യോഗത്തിൽ ഫൈനലൈസ് ചെയ്യും. ചങ്ങനാശ്ശേരി PWD ബിൽഡിംഗ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA-ക്ക് PWD വകുപ്പിന്റെ മന്ത്ലി മീറ്റിംഗിൽ പരിശോധിച്ച് ഇത് വേഗത്തിലാക്കാൻ കഴിയും. ടെൻഡർ നടപടിയിലേക്ക് വന്നിട്ടുണ്ട്. KSRTCയുടെ സിവിൽ വിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത പണിക്ക് ഇനി പോകണ്ട എന്ന് തീരുമാനിച്ചു. ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ വണ്ടിയുടെ കാര്യത്തിൽ നെടുങ്കണ്ടം ഫാസ്റ്റ് ഉണ്ട്. അവിടെ ഇപ്പോൾ അവിടെ ഡിപ്പോയിൽ ഉണ്ടായ 23 ഓർഡിനറി ബസ്, 19 ഫാസ്റ്റ്, 6 സൂപ്പർ ഫാസ്റ്റ്, 1 ഡീലക്സ്, സൂപ്പർ ഡീലക്സ്, 49 ദിവസങ്ങളാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിക്കൊന്നും ഒരു ഷോർട്ടേജും ഇല്ല. കാരണം 2 മാസത്തിനുള്ളിൽ ഒരു 100-150 വണ്ടി ഷെഡിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വണ്ടിയുണ്ട്, അത് ഓടിക്കാൻ കഴിയും. പക്ഷെ നഷ്ടത്തിൽ ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും ആ നഷ്ടത്തിൽ ഓടുന്ന എല്ലാ വണ്ടിയും വെട്ടി 103% കളക്ഷനാണ് വർദ്ധിച്ചത്. ഇപ്പം നഷ്ടത്തിൽ ഓടുന്ന വണ്ടി ഞാൻ തന്നെ ഇടപെട്ട് നിർത്തി. അപ്പോൾ പത്തനാപുരം ഡിപ്പോ കൈവരിച്ചിരിക്കുന്ന റെക്കോർഡ് നേട്ടമാണ് 103%. ആ DTO തന്നെയാണ് അടൂരേക്കും അങ്ങയുടെ മണ്ഡലത്തിലേക്ക് നിയമിച്ചിരിക്കുന്നത്. 103% വർധനമാണ്. ഇന്നലെ 4 ലക്ഷം രൂപ കളക്ഷൻ ഉണ്ടായിരുന്നിടത്ത് ഇന്നലെ റെക്കോർഡ് കളക്ഷൻ 9 ലക്ഷത്തിന് മേളിലാണ്. അപ്പോൾ അങ്ങയുടെ ഡിപ്പോയിലും അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. ഇവിടെ നെടുങ്കണ്ടം ഫാസ്റ്റ് ഉണ്ട്, കുമളി ഫാസ്റ്റ് ഉണ്ട് 5:45, മുരിക്കാശ്ശേരി, കായംകുളം കുമളി, ആലപ്പുഴ നെടുങ്കണ്ടം, പൊന്നമല, അങ്ങനെ ഈ ഫാസ്റ്റ് പാസഞ്ചർ താങ്കൾ പറഞ്ഞ സ്ഥലത്ത് ഈ ഗുരുവായൂരേക്കുള്ള വണ്ടി മാത്രമാണ് കോവിഡിന് ശേഷം നിർത്തിയെന്ന് പറയുന്നത്. അതിന്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ഡീസലിനുള്ള പൈസ പോലും കിട്ടും. 2 വണ്ടി ഉണ്ടായിരുന്നു. ഒന്ന് 5:30 പോകുന്നതും ഒന്ന് 6 മണിക്ക് പോകുന്നതാണ്. 2 വണ്ടികളാണ് പോയിരുന്നത്. അതിൽ 6,900 രൂപയാണ് ഒരു വണ്ടിയുടെ വരുമാനമായി കിട്ടുന്നത്. ഈ ഒരു ഏണിങ്സ് പെർ ബസ്സാണ് ഒരു ദിവസം. മറ്റേത് ഏതാണ്ട് അതിലും കുറവാണ്, 5,500 രൂപയുള്ളൂ. ഇത് രണ്ടും വരുമ്പോൾ ഒരു 25 രൂപ മാത്രമേ ഒരു കിലോമീറ്ററിൽ നമുക്ക് ലഭിക്കുന്നുള്ളതുകൊണ്ട് അന്ന് തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നിർത്തുക. നഷ്ടമുള്ള വണ്ടികൾ തുടർന്ന് പോകും തോറും ഈ നഷ്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് പൊതുമുതലാണ്. ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിലധികമായി സർക്കാർ ഖജനാവിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. ഒരു മാസം ഏതാണ്ട് ശരാശരി 73 കോടി 62 ലക്ഷം രൂപ KSRTC നഷ്ടമുണ്ട്. അത് നികത്തിയെടുക്കാൻ നമുക്ക് നഷ്ടത്തിലായ ഒരു വണ്ടിയും ഓടിക്കാൻ പറ്റത്തില്ല. ഓരോ ബസ് ഇട്ട് പരീക്ഷിച്ച് നോക്കി. ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ഒരു CNG ബസ് തിരുവനന്തപുരത്തേക്ക് തുടങ്ങി ആദ്യമായി. ഒരു ദിവസം ആ വണ്ടിയുടെ ലാഭം എന്ന് പറയുന്ന 5,000 രൂപയ്ക്ക് മേളിലാണ്. ആവറേജ് ഒരു 4,000-4,500 രൂപയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ആളുള്ളതുകൊണ്ടാണ്. ആ വണ്ടിയിൽ വരാൻ ആളുണ്ട്. പിന്നെ CNG ആയിട്ട് ചിലവ് കുറവുണ്ട്. ഇലക്ട്രിക് ബസ്സുകൾ തന്നെ ശരാശരി 2,500 കൂടി കളക്ട് ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സിന്റെ ഇപ്പോഴത്തെ കളക്ഷൻ 6,500 ശരാശരി. ചില ബസ്സുകൾ 18,000-16,000 രൂപ വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് 3,300 രൂപ കൂടി കളക്ട് ചെയ്തിട്ടില്ല. ഒരു ഒറ്റ വണ്ടിയാണ് 3,800 രൂപയ്ക്ക് പോയത്. ഇപ്പോൾ 6,000-6,500 മേളിലാണ് ശരാശരി KSRTCയുടെ സിറ്റി ബസ്സിന്റെ കളക്ഷൻ. അതുകൊണ്ട് ഈ മാറ്റങ്ങൾക്ക് നിങ്ങളെല്ലാം സഹകരിക്കണം. എല്ലാ MLA-മാരും നൽകുന്ന പദ്ധതികൾ, ആ പദ്ധതികൾക്ക് അടിയന്തരമായ ഒരെണ്ണം പോലും പെൻഡിംഗ് ഇല്ല. ഇപ്പോൾ കായംകുളം MLA കെട്ടിടം പൊളിച്ചു മാറ്റാൻ അനുവാദം തേടി, അത് പൊളിക്കാൻ അനുവാദം കൊടുത്തു. ഉടനെ തന്നെ പൊളിക്കും. പുതിയ കെട്ടിടത്തിന്റെ പ്ലാൻ തന്നു. ആ പ്ലാൻ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ MLA ഒരെണ്ണം തന്നു, അതിന്റെ പ്ലാൻ അംഗീകരിച്ചു കൊടുത്തു. ഒരു MLA-മാരും തന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പൈസയും നീ കെട്ടിക്കിടക്കില്ല. അതുകൊണ്ട് ആ പന്തളത്ത് സ്ഥലം ഇതുവരെ അനുവദിച്ചതല്ല.
പന്തളത്ത് മറ്റേ ഷെഡ് അല്ലേ, ബസ് സ്റ്റാൻഡ് അതൊന്ന് വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും തരാം. അതിനൊന്നും CMD വിളിച്ചാൽ മതി, അദ്ദേഹം തരും. ഒരു കാലതാമസമില്ല. സിവിൽ വിങ് നമ്മൾ അവസാനിപ്പിച്ചു. പക്ഷേ PWD ബിൽഡിംഗ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതാണ് നല്ലത്. ഞങ്ങൾ തിങ്കളാഴ്ച ഇരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് പറയും. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ സംയുക്തമായൊരു യോഗം ഉടനെ തന്നെ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വളരെ പോസിറ്റീവായ തീരുമാനം കൈക്കൊള്ളാനാകും എന്നുള്ളത് സഭയെ അറിയിക്കും. മന്ത്രി കോൺഫറൻസ് മിനിസ്റ്റർ പറഞ്ഞ എല്ലാ MLA-മാർക്കും വിലയിരുത്താം, അവരെ പുരോഗതി വിലയിരുത്താം. അങ്ങനെ സംവിധാനം വരും. മാത്രമല്ല, കേരളത്തിലെ ബസ് സ്റ്റേഷനുകളിലെ പ്രാഥമിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂം, 20 ബസ് സ്റ്റേഷനിൽ ടോയ്ലറ്റുകൾ നവീകരിക്കുന്നു. 5 പൈസ KSRTC മുടക്കാതെ. മുടക്കാൻ പൈസയില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. നമുക്കിതൊരു അദ്ദേഹം എന്തോ ബസ് അങ്ങേയുമായിട്ട് ആലോചിച്ചിട്ട് നഷ്ടത്തിലുള്ളത് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും വേളാങ്കണ്ണി ബസ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങയുടെ സബ്മിഷനിൽ പറഞ്ഞിരുന്ന വേളാങ്കണ്ണി ബസ് നിർത്തിയിട്ടില്ല. പിന്നെ കോയമ്പത്തൂരേക്കുള്ള ബസ്സിന്റെ കാര്യമാണ്. അന്തർ സംസ്ഥാന പെർമിറ്റിന്റെ കാര്യം പരിശോധിച്ചിട്ട് ഇപ്പോഴും എനിക്കറിയത്തില്ല, ഞാൻ പറയാൻ. ഇത് കമ്പി കെട്ടി സിമന്റ് വാരി വെക്കുമ്പോൾ നമുക്ക് കല്ലിടാം, അല്ലാതെ കല്ലിട്ടിട്ട് അങ്ങ് പോയാൽ നാണക്കേടാം. അതുകൊണ്ട്